ഭാഗമാണ്. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ ഇന്നിൻ്റെ ഭാഗമായിട്ടുണ്ട്? ചില ചരിത്രങ്ങൾ അങ്ങനെയാണ്, ചില ചരിത്രങ്ങൾ അങ്ങനെയാണ്. നാളെയുടെയും ഭാഗമാണ്. നാളെയും UDF-നും കേരളത്തിനുമുള്ള കരുത്തിൻ്റെ ആത്മാംശമാണ് ശ്രീ ഉമ്മൻചാണ്ടി. അങ്ങനെ ആ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ രാഷ്ട്രീയമാണ് നമ്മളൊന്നും പറയണത്. ഒരു മുഖ്യമന്ത്രിയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇനിയും ജനസമൂഹത്തെ സമീപിക്കാൻ UDF-നും കേരളത്തിലെ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സാധിക്കുമെങ്കിൽ അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ദീർഘമായിട്ടുള്ളൊരു സംസാരത്തിനൊന്നും മുതിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ അനുസ്മരണം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മൾ നിർവഹിച്ചിരിക്കണം. അല്ലാതെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതൊരാവശ്യമില്ല, പ്രത്യേകിച്ച് ഈ വേദിയുടെയും സദസ്സിൻ്റെയും. എന്നാലും പലർക്കും പല അനുഭവങ്ങളുമാണ്. എനിക്കും ചില അനുഭവങ്ങളുണ്ട്. അനുസ്മരണ പ്രസംഗത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നത് അനുചിതമല്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. സംസാരിക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നത് ഒരു അനൗചിത്യമല്ല, അധികപ്പറ്റല്ല. കാരണം ആ അനുസ്മരിക്കുന്ന വ്യക്തിയോടുള്ള സാമീപ്യ സമ്പർക്കത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നാം ചർച്ച ചെയ്യുന്നത് വിട പറഞ്ഞു പോയ ഒരു വ്യക്തിത്വത്തെ മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രമല്ല, ഒരു ഭരണാധികാരിയെ മാത്രമല്ല. നമ്മൾ എന്തൊക്കെയാ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കുമ്പോഴേക്ക്, ചർച്ച ചെയ്യുമ്പോഴേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിൻ്റെ നൈതികതയെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമായി എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മൂല്യബോധത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിലെ വെടുപ്പിനെ കുറിച്ചാണ്, വിശുദ്ധിയെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത, അതിനെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിന്റെ പ്രാണവായുവായിട്ടുള്ള മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ്. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ കാരുണ്യം എന്ന വാക്ക് ധാർമ്മിക രംഗത്തോ മതരംഗത്തോ സാമൂഹിക രംഗത്തോ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ലെന്നും ജീവിതത്തിൽ ആകമാനം പുലർത്തേണ്ട ഒരു സംസ്കാരത്തിൻ്റെ പേരാണെന്നും, അങ്ങനെ കാരുണ്യം ഒരു സംസ്കാരത്തിൻ്റെ പേരാണെങ്കിൽ അതാദ്യം പുലർത്തേണ്ടത് രാഷ്ട്രീയത്തിലാണെന്നും പഠിപ്പിച്ച നേതാവാണ്